അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ഡയറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഫുൾ സപ്ലൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കുറച്ച് ബോണ്ട് പേപ്പേഴ്സ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. ബോണ്ട് പേപ്പർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഫസ്റ്റിൽ തന്നെ ഉണ്ടാക്കുന്നത് പേപ്പർ പൗച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് A4 ഷീറ്റ് നല്ല വണ്ണുള്ളതാണല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള പീസ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലൊരു റെക്റ്റാങ്കിൾ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒട്ടിക്കേണ്ടത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എൻ്റെ അടുത്ത് ഉണ്ട്, ബട്ട് അത് എല്ലാവരുടെ അടുക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അത് വാങ്ങാൻ കിട്ടും, ബട്ട് എല്ലാവരുടെക്കും അവൈലബിൾ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഒരു ചെറിയൊരു DIY മെത്തേഡ് ചെയ്യാം. വേറൊന്നുമില്ല, സെലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. വേറൊന്നുമില്ല, അവിടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെലോ ടാപ്പ് ഒട്ടിച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. എളുപ്പ പണിയാണ്. ആ ഒരു അതേപോലത്തെ ഒരു ഫിനിഷിങ് തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഒട്ടിച്ച പോലെ തന്നെ. അത്ര ഫിനിഷിങ് ഇല്ലെങ്കിലും ഏകദേശം അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പം അതേപോലെ ഒരു സൈഡ് ഫുള്ളായിട്ടൊന്ന് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ സൈഡ് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കൂലേ, അതിന് വേറൊരു വഴിയുണ്ട്. അതിന് മുന്നേറ്റ് ജസ്റ്റ് നമ്മൾ അടുത്ത പാട്ടിൽ ഒട്ടിക്കുന്നതിനെക്കാട്ടും മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒട്ടിച്ച സ്ഥലത്ത് തന്നെ അപ്പുറത്തെ സൈഡ് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. സാധാ പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സ്റ്റിക്കിനെസ് ഇത്രയും മാറും. നല്ല വൃത്തിയിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചുളിവൊന്നും വരരുത്, എന്നാലും അതിൻ്റെ നല്ല ബോറുണ്ടാവും. അപ്പോൾ ശരിക്ക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഒട്ടിച്ച പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഫുള്ള് സെലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ജോയിനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഫുള്ള് ജോയിനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫുൾ എല്ലാ സ്ഥലത്തും ഉള്ളിലും ബാക്കിലും പുറത്തും എല്ലാം സെലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി പൗച്ചാവണമല്ലോ, അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഒന്നും ആവില്ല, അങ്ങനെ അധികം അങ്ങോട്ട് സ്റ്റിക്കായി നിൽക്കില്ല, ബിക്കോസ് സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് ഫുൾ അതിലിട്ട് കൊടുക്കുക. ഒരു പ്രശ്നമില്ല, ഒന്നും ആവില്ല. ആൻഡ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഒന്നും ആവില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കും. വാട്ടർ പ്രൂഫും കൂടിയാണല്ലോ, അതുകൊണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സംഭവത്തിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റിൻ്റെ സംഭവമാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു A4 ഷീറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിലും ഒരു തരം ഫോൾഡിങ് ആണ്. നമുക്കൊരു 6 റെക്റ്റാങ്കിൾ കിട്ടണം, ആ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ചെറിയൊരു പീസ് ഉണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വേറെ ഒരു പണിയില്ല, ഇതേപോലെ ഒന്ന് 6 ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഇനിയും നിങ്ങൾക്ക് കുറേ ആക്കാം കേട്ടോ, കുറേ ടു ഡു ലിസ്റ്റിന് വേണമല്ലോ, അതുകൊണ്ട് കുറേ ആക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 6 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആൻഡ് ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചെടുക്കുക. ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസാണ് വരച്ചിട്ടുള്ളത്. ഏതെല്ലാമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, ഏതെല്ലാം ഡിസൈൻസ് ഞാൻ വരച്ചതെന്നുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്ലൂവും കൂടി ആക്കി കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ ടൈം ടേബിളാണ്. നമ്മൾ സ്കൂളിൽ ഇറക്കുമ്പോൾ നമ്മൾ ടൈം ടേബിളൊക്കെ ചെയ്തല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ A4 ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതേപോലെ ഒന്ന് ബോക്സസ് കുറേ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ ടൈം ടേബിൾ എന്താണോ അത് എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലാവൻഡർ കളർ വെച്ചിട്ട് ബാക്കിയുള്ള സൈഡ്സ് ഫുള്ളായിട്ടൊന്ന് ലാവൻഡർ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ പെയിൻ്റൊക്കെ അടിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ആൻഡ് ഇതിൽ നമ്മൾ ടൈം ടേബിൾ എഴുതിയതിന് ശേഷം കുറച്ച് വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടിയിട്ട് സെലോ ടാപ്പും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല.
അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നെയിം സ്ലിപ്പാണ്. നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, ബിക്കോസ് ഇപ്പം അധിക ചാനൽസിലും അതുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്ക്വയർസിൽ കട്ട് ചെയ്തെടുക്കുക, സ്ക്വയർസ് അല്ല റെക്റ്റാങ്കിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. ഞാൻ പിന്നെ ഓഫീസിൽ ഈ വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ട്രേസ് ആണല്ലോ എപ്പോഴും എടുക്കല്ലേ, അതുകൊണ്ട് ട്രേസ് എടുത്തിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രേസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രേസ് എടുത്തതിന് ശേഷം നെയിമും ഗ്ലാസും സബ്ജക്റ്റും റോൾ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയുള്ളത് ബാക്കിയുള്ള ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.